കാസർകോട് പുത്തികൈ പഞ്ചായത്തിലെ പ്രധാന ജലസ്രോതസ്സായ ഷിറിയ പുഴ വറ്റിവരണ്ടു. ജലക്ഷാമം രൂക്ഷമായ ഈ പ്രദേശത്ത് വേനൽ കടുക്കും മുമ്പ് പുഴയിലെ വെള്ളം വറ്റിയതോടെ ജനങ്ങൾ ആശങ്കയിലാണ്. ഇതൊരു മൈതാനമല്ല, ഒരു നാടിനാവശ്യമായ വെള്ളം നൽകിയിരുന്ന പുഴയാണ്. പുത്തികൈ പഞ്ചായത്തിലെ ഭൂതക്കല്ലിൽ എത്തുമ്പോൾ ഷിറിയ പുഴയുടെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ്. പഞ്ചായത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കുടിക്കാനും കുളിക്കാനും കൃഷി ആവശ്യത്തിനുമെല്ലാം ഉപയോഗിക്കുന്നത് ഷിറിയ പുഴയിലെ വെള്ളമാണ്. ഇപ്പോഴും കൃഷി ആവശ്യത്തിന് പുഴയെ ആശ്രയിക്കുന്നുണ്ട്, വിളകൾ ഉണക്കാനിടാൻ. ചിലയിടങ്ങളിലായി വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. നിലവിലെ ചൂട് തുടർന്നാൽ ഒരാഴ്ച കൊണ്ട് ഇതും വറ്റും. കടുത്ത വേനലിൽ പുഴയിലെ വെള്ളം വറ്റാറുണ്ട്. എന്നാൽ ഇത്ര വേഗം പുഴ വറ്റി വരളുന്നത് ഇതാദ്യം. കഴിഞ്ഞ പ്രാവശ്യം മായ ലാസ്റ്റിനുള്ളതിനെ കൊണ്ട് വെള്ളം വറ്റിയിട്ടില്ല, ഇക്കല വേഗം വറ്റിയത്. പുഴയിലെ വെള്ളം വറ്റിയതോടെ സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലെ ജലനിരപ്പും താഴ്ന്നു. പൊതുവെ കുടിവെള്ള പ്രശ്നം രൂക്ഷമായുള്ള പ്രദേശങ്ങളാണ് പുത്തികൈ പഞ്ചായത്തിലെ തലമുകൂർ, ബാഡൂർ, അങ്കടിമുകൂർ, കളത്തൂർ എന്നിവ. പുത്തികൈ പഞ്ചായത്തിലെ പ്രധാന ജലസ്രോതസ്സായ ഷിറിയ പുഴയുടെ അവസ്ഥയാണിത്. വേനൽ കടുക്കും മുമ്പേ പുഴ വറ്റി വരളുന്നത് ഇതാദ്യമായാണ്. വരാനിരിക്കുന്ന വേനലിനെ എങ്ങനെ നേരിടുമെന്നറിയാതെ ഭയപ്പെടുകയാണ് ഇവിടുത്തുകാർ. പുത്തികൈ പഞ്ചായത്തിലെ ഭൂതക്കലിൽ നിന്നും ക്യാമറാമാൻ സുനിൽകുമാറിനോടൊപ്പം ടി.